ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ലെസണാണ്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ലെസൻ്റെ പേര്. കൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പട്ടം അല്ലേ? നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്, ആരാണ് പട്ടം പറത്തുന്നത് എന്നുള്ളതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്കും കാണുന്നില്ലേ? അപ്പോൾ ഒരു ചോദ്യമാണ് നമ്മളുടെ ഈ ഒരു ലെസൻ്റെ ടൈറ്റിൽ തന്നെ. അപ്പോൾ ഈ പാഠം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ? നമുക്കത് നോക്കാം. ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ് കേട്ടോ. വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് ശരിക്കും ഒരു പട്ടത്തിനെ പറക്കാൻ സഹായിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ദ വിൻഡ് ഓർ ദ വിങ്സ് ഓർ ദ സ്ട്രിങ് ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്. അപ്പോൾ എന്താണ് ഒരു പട്ടത്തിനെ പറത്താൻ സഹായിക്കുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ്, കാറ്റാണോ? ഓർ ദ വിങ്സ്, അല്ലെങ്കിൽ ആ പട്ടത്തിൻ്റെ ചിറകുകളാണോ? ഓർ ദ സ്ട്രിങ്സ്, സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പട്ടം കെട്ടിയിട്ടുള്ള നൂല്, അതാണോ പട്ടത്തിനെ പറത്താൻ സഹായിക്കുന്നത്? ഓർ ദ പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്, അല്ലെങ്കിൽ ആ പട്ടം പറത്തുന്ന ആളാണോ ഈ ഒരു പട്ടത്തിനെ പറക്കാൻ സഹായിക്കുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. സ്റ്റോറി വായിച്ച് കണ്ടെത്താനാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഉയർന്ന് പറക്കുന്ന ഒരു പട്ടത്തിൻ്റെ പിക്ചർ നമുക്കിവിടെ കാണാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് വരാം. ഓൺ എ പ്ലസൻറ്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. സ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ നടക്കുക, അലസമായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഉലാത്തുക എന്നൊക്കെയുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഓൺ എ പ്ലസൻറ്റ് ഡേ, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം, മേയർ ഓഫ് ദ ടൗണിലെ മേയർ എന്ത് ചെയ്യാണ്? പാർക്കിലൂടെ വെറുതെ ഇങ്ങനെ അലസമായിട്ട് നടക്കുകയാണ്. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. ഐസ് വൈഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് ആശ്ചര്യം തോന്നുകയാണെങ്കിൽ നമ്മളെ കണ്ണുകൾ ഇങ്ങനെ വലുതാവും അല്ലേ? അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ആശ്ചര്യം കൊണ്ട് വലുതായത്? ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. ഒരു ബോയ്, ഒരു ആൺകുട്ടി ഒരു വലിയ കളർഫുൾ ആയിട്ടുള്ള കൈറ്റ് പറത്തുന്നത് കണ്ടപ്പോൾ. ദ കൈറ്റ് സോർഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. സോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന് പറക്കുക. അപ്പം കൈറ്റ് വളരെ ഉയരത്തിൽ അങ്ങനെ പറക്കുന്നുണ്ട്. ഡാൻസിങ് ഇൻ ദ ബ്രീസ്, ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റാണ്. ഇളം കാറ്റത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുമുണ്ട്. വൗ, ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിജ്ഞാസ. ഓക്കെ, അപ്പം എന്താണ്? മേയർ വളരെ താല്പര്യത്തോടു കൂടി, ജിജ്ഞാസയോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് ഈ പട്ടത്തിനെ ഇത്രയും ഉയരത്തിൽ പറത്തുന്നത് എന്ന്. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്, ഐ ഡിഡ് മിസ്റ്റർ മേയർ. അപ്പോൾ മേയറിൻ്റെ ചോദ്യം കേട്ടിട്ട് ബോയ് മറുപടി പറയാണ്. വിത്ത് പ്രൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഭിമാനത്തോടു കൂടി പറയാണ്, ഞാനാണ് ഈ പട്ടം പറത്തുന്നത്. ഐ ഡിഡ് മിസ്റ്റർ മേയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ മേഡ് ദ കൈറ്റ് മൈസെൽഫ്. ഞാൻ സ്വയം ആണ് ഈ ഒരു പട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ പെയിൻറ്റഡ് ഇറ്റ്. ഞാനതിനെ പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാനിതിനെ പറത്തുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി, നോ ഇറ്റ്സ് മീ. അപ്പോൾ ഈ ഒരു ബോയ് പറയുന്നത് കേട്ടിട്ട് കാറ്റ്, വിൻഡ് പറയാണ്. വിസ്പേർഡ് മീൻസ് മന്ത്രിച്ചു, അതായത് സോഫ്റ്റായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നോ ഇറ്റ്സ് മീ, അല്ല ഞാനാണ് പട്ടം പറത്തുന്നത്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. ഞാനാണ് ആകാശത്തിലേക്ക് ഈ ഒരു കൈറ്റിനെ എന്താണ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ ഈ ഒരു പട്ടം എന്താണ് താഴേക്ക് വീഴും എന്ന് കാറ്റ് പറയാണ്. The kite's tail fluttered and said, wait, I keep the kite steady. ഫ്ലട്ടർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകിട്ടടിക്കുകയാണ്. അപ്പം ആ ഒരു കൈറ്റിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, വാല് പോലെയുള്ള ആ ഭാഗം, ആ ചിറക്, അതിങ്ങനെ ചിറകിട്ടടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആൻഡ് സെറ്റ് വെയിറ്റ്, ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. ഞാനാണ് ഈ ഒരു പട്ടത്തിനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത്. ആ ഒരു എന്താണ് ചിറക് പോലെയുള്ള ഭാഗം. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. ഞാനില്ലെങ്കിൽ ഈ ഒരു പട്ടം പൊട്ടിപ്പോകും. അതുമാത്രമല്ല ഈ ടെയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചിറക് പോലെയുള്ള ഭാഗമാണ് പട്ടത്തിനെ സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതും ഇല്ലാതാവും. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെറ്റ്, വിതൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ. അപ്പോൾ സ്ട്രിങ് എല്ലാവരെയും നോക്കുകയാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പട്ടത്തിൻ്റെ നൂല്, പട്ടം കെട്ടിയിട്ടുള്ള ആ ഒരു നൂല്. ലുക്ക്ഡ് അറ്റ് എവ്രി വൺ, എല്ലാവരെയും നോക്കി.
ആൻഡ് സെറ്റ് എന്നിട്ട് പറഞ്ഞു, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പട്ടത്തിന് പറക്കാനായിട്ട് കഴിയുക? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഞാനാണ് പട്ടത്തിനെ മുകളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ആകാശത്തുകൂടെ എങ്ങനെയാണ് പറക്കേണ്ടത് എന്ന് ഗൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഗതി പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വഴികാട്ടി എന്ന് പറയുന്നത് ഞാനാണ് എന്നാര് പറയാണ്? സ്ട്രിങ് പറയാണ്. ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവ്രി വൺ. മേയർ എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്? കുറച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് മേയർ ചോദിക്കുകയാണ്, അപ്പോൾ ശരിക്കും ആരാണ് ഈ ഒരു കൈറ്റിനെ പറത്തുന്നത്, പട്ടത്തിനെ പറത്തുന്നത് എന്ന്. ദേ ഓൾ പോസ്റ്റ് ടു തിങ്ക്. അപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും തന്നെ സംസാരമൊക്കെ നിർത്തി. അപ്പോൾ ആരാണ് ശരിക്കും പട്ടം പറത്തുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ദെൻ ദ ബോയ് സെറ്റ് ജെൻറ്റ്ലി. അതിനുശേഷം ആ ഒരു ബോയ് വളരെ സൗമ്യമായിട്ട് പറയുകയാണ്, വി ഓൾ ഡു ഇറ്റ്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഒരു പട്ടം പറത്തുന്നത്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. ഈ ഒരു പട്ടം പറക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും എഫേർട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ ശ്രമഫലമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേര് തന്നെ വോയിസസ് ഓഫ് യൂണിസൺ എന്നാണ്, അതായത് ഒരേ സ്വരത്തിൽ അല്ലേ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ അങ്ങനെയല്ലേ, ഈ പട്ടത്തിനെ പറക്കാനായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നില്ലേ? പട്ടത്തിൻ്റെ ചിറക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബോയ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ആ ഒരു എഫേർട്ട് കൊണ്ടാണ് പട്ടം പറക്കുന്നത് അല്ലേ. ദ വിൻഡ് അഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. അപ്പം എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് പട്ടം പറക്കുന്നത് എന്നുള്ളത് കാര്യം വിൻഡ് എഗ്രി ചെയ്തു, വിൻഡ് സമ്മതിച്ചു. ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. അപ്പോൾ പട്ടത്തിൻ്റെ വാലും ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് സമ്മതിക്കുകയാണ് ഈ ഒരു കാര്യം. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. അപ്പം പട്ടത്തിൻ്റെ നൂലും പുഞ്ചിരിച്ചുകൊണ്ട് ആ ഒരു കാര്യം സമ്മതിച്ചു. എല്ലാവരുടെയും ഒത്തൊരുമയുടെ ഫലമാണ് ഈ ഒരു പട്ടം പറക്കുന്നത് എന്നുള്ളത്. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. അപ്പോൾ ഈ ഒരു പട്ടം എയറിൽ, വായുവിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി, യു ആർ റൈറ്റ്, ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. അപ്പം മേയർ വളരെ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു പട്ടത്തിനെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് യൂണിറ്റി. ഈ ഒരു കൈറ്റ്, പട്ടം എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് യൂണിറ്റി, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒത്തൊരുമയുടെ പ്രതീകമാണെന്നാണ് പറയുന്നത്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. അതായത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട്, നേടാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. എവ്രി വൺ സ്മൈൽഡ്, ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അപ്പോൾ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ സന്തോഷത്തോടു കൂടി പറയാണ്, നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു പട്ടം പറത്തുന്നത് എന്ന്. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോർ ഹൈ ഇൻ ദ സ്കൈ. ആ ഒരു പട്ടം ആകാശത്തിലേക്ക് ഉയർന്നുയർന്ന് പറക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഉള്ളത്. മൈക്കൽ റോജറാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള യൂണിറ്റി എന്ന് പറയുന്ന നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.